ഡിഗ്രിയിലും കുളിക്കാൻ പറ്റുമോ? ഇറങ്ങ്. ചലഞ്ച് accepted. ഫുഡ് ഓർഡർ ചെയ്ത 51,524. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കപ്പ് കേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം പുറത്ത് പോവാണ്. എവിടെ വന്നിട്ട് ആത്മാ ഗോർഗ ആത്മാ അർസം ഗോർഗ. എടാ നീ ചെല്ല്, എടാ ചെല്ല് പള്ളിക്ക്. എല്ലാരും ഇറങ്ങി. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറേ കലാപരിപാടികളുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കാത്തതിന്റെ മെയിൻ റീസൺ ഇവന്മാരാണ്. ഇവന്മാരുടെ അപ്പി വർത്താനാണ് 24 മണിക്കൂറും ബാക്കില്. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് സ്ഥലം? ആത്മ എന്തിട്ടായിരുന്നു പേര് മറന്നുപോയി. ആരോട് ചോദിക്കട്ടെ. ഞാൻ കാണിച്ചതാ. വേണ്ട, ഇന്നെ ഇവിടുത്തെ ചെങ്ങായി കൊണ്ട് മുക്കികളോ എന്ത് തണുപ്പാറിയോ. കുറച്ചധികം നടക്കാണ്ട്. പിടിക്ക് ഇവിടെ പിടിക്ക്. എന്നിട്ടോ പാല് വരച്ച് വീട് തണുത്തോളാണോ പറയണ്ടോ കാര്യം നടന്നു. ആ കാണുന്ന -ഡിഗ്രി, ആ -ഡിഗ്രിയിലും കുളിക്കാൻ പറ്റുമോ? ഇറങ്ങ്. ചലഞ്ച് accepted. അല്ലാ, -5 ഡിഗ്രിയുടെ വെള്ളത്തിലേക്കാണ് പോണത്. ഇങ്ങനെയുണ്ടോ ചലഞ്ചിലോ? -5 ഡിഗ്രി. വിടരുത് വിടരുതോ. ഇറങ്ങാൻ പറ്റുന്നുണ്ട്. -5 ഡിഗ്രി കേട്ടാ. ചാടി അവ്വാ. അതിലിരിക്ക് ഒഴുകി പോവില്ല. ഇരിക്ക് ബോഡി മൊത്തം നല്ല ചലഞ്ച് ഫുള്ളാവുള്ളൂ. എങ്ങനെയുണ്ട്? ചാടി ചാടിയോ. എങ്ങനെയുണ്ട്? സുഖം. ചൂടുണ്ടോ വെള്ളത്തിന് ചൂടുണ്ടോ? ഇവിടെ ഇങ്ങനെ ചൂട് വെള്ളത്തില് ഇങ്ങനെ ഇറങ്ങും. ശംഭോ വാ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അവിടെ എന്തോ വറുത്ത് മേടിക്കാനുണ്ട്, കഴിച്ചോക്കെ എന്താന്ന്. നന്നായിട്ട് വിശക്കുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ സ്ഥലം. വെള്ളം ഒക്കെ ഫ്രീസായിട്ട് നിൽക്കുവാണ് കുറെ സ്ഥലത്ത്. ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കുന്നവര്.
Kebab. ക്യാമറ വായിച്ചിട്ട് തള്ളി വെച്ച് നീ ഇവിടെ ഇരിക്കണം. ആണ് പ്രസിഡൻഷ്യൽ പാർക്ക്. ഇവിടെ അടുത്താണ് പ്രസിഡന്റ് ജീവിക്കുന്നത്. പ്രസിഡന്റിന്റെ വീട് അവിടെ ഇങ്ങനെയാണ്. ചുമ്മാ ഒരു ഭംഗി. തൊട്ടപ്പുറത്ത് ഇങ്ങനെ നല്ലൊരു സിറ്റി. ഇവിടെ ഐസ് സ്കേറ്റിംഗ് പണിതുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഐസിൽ തട്ടി വീഴുക. ഇതാണ് പ്രസിഡന്റ് ഇവിടുത്തെ ആണ് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തോടെ കൂടെ അവസാനിക്കുകയാണ്. നല്ല വിഷമമുണ്ട്. എനിക്ക് ഈ സ്ഥലത്ത് തന്നെ ഒന്ന് സെറ്റിൽ ആയാലോ എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ ഭാഷ പഠിക്കണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഉള്ള തന്നെ മുക്കി മുളിയെ പറഞ്ഞോണ്ടിരിക്കണേ. അലക്കും ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ ചെയ്യാം, ഇവിടുത്തെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ. ഉപ്പല്ല പഞ്ചസാര. ഇതാണ് ടർക്കിഷ് ടീ. ഇവിടെ നമ്മളൊരു ടർക്കിഷ് ബേസ്ഡ് ഷോപ്പിലാണ്. മധുരം ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കാം. മധുരം ഒട്ടുമില്ല. മധുരം ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. ഓക്കെ, ഇവിടെ പഞ്ചസാര കട്ടില്ല. ബാലാജി അത് ഹലോ ഗൈസ്, ഞങ്ങളുടെ സെമീനയ്ക്ക് വാണിംഗ് ലെറ്റർ കിട്ടി. ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് കറക്കത്തിന് ഇറങ്ങിയതാ. ഈ സ്ഥലം ശരിക്കും മിസ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു സിറ്റി, നല്ല വെതർ, അതാണ് ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ്. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ ചൂടായി കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല തണുപ്പാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷവും. നമ്മളിപ്പം മെഗാമാളിലേക്ക് പോവാണ്. പോയിട്ട് വരാം. ഞങ്ങളിവിടെ കുറേ തെണ്ടി തിരിഞ്ഞു. ഭയങ്കര തിരക്കുന്ന ഫ്രൈഡേ കാണാൻ തോന്നുന്നുണ്ട്. ഇത് ഫ്രൈഡേ ആണോ? ആ, ഫ്രൈഡേ ഒക്കെ. ഞാനൊരു ലിപ്സ്റ്റിക് ഒക്കെ ട്രൈ ചെയ്തു. നല്ല തിരക്കാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ബില്ല് വന്നപ്പം ഞങ്ങൾ ലാസ്റ്റ് ഡേയിലെന്ന് വെച്ച് ഫുഡ് ഓർഡർ ചെയ്ത 51,524. എന്താണെങ്കിലും ഇവിടെ നല്ല ഫുഡാണ്. നവാത്താണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ കിട്ടും. ഹോഴ്സ് മീറ്റ് അങ്ങനെയൊക്കെ. ഞങ്ങൾക്ക് 12 മണിയാകുമ്പോഴേക്കും ചെക്ക് ഔട്ട് ചെയ്യണം. ഇപ്പം സമയം 9 മണി ആവാറായി. ഇപ്പോഴും ഇവിടെ ഇരിക്കുക കുത്തിത്തിരിഞ്ഞ. ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു. നല്ല ഷോപ്പിൽ നിന്ന് നല്ല ഫുഡ് മേടിക്കുമ്പോൾ നമ്മുടെ ദുബായിൽ എത്ര കാശാവും? അത്ര റേറ്റ് തന്നെ ഇവിടെ ആവുള്ളൂ. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ അയ്യോന്നായി തോന്നും. കാരണം നമ്മുടെ ബില്ല് വന്നത് 51,000 എത്രയോ ടെങ്കയാണ്. അപ്പോൾ 51,000 എന്ന് പറയുമ്പോൾ നമുക്ക് ദുബായിൽ നല്ല റേറ്റ് ആയിട്ട് തോന്നും. പക്ഷെ അത് ടെങ്കയാണ്. ഇത് നല്ല ഫുഡാണ്. ലാസ്റ്റ് ഡേ അല്ലേ, ഇവിടെ കുതിര ഇറച്ചിയൊക്കെ ഇവിടെ മാത്രമല്ല കിട്ടത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവള് കഴിക്കില്ല. അവൾക്ക് കുതിര ഇറച്ചി എന്തോ ഇഷ്ടമല്ല. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഫ്രൈഫുള്ള സാധനങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാം. ഈ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവും. 12 മണിക്ക് ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോവും. 2:55 ഫ്ലൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞങ്ങളുടെ ഏരിയ.
എടി ഇതാണ് ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ. ഇതി കൂടെ വാ. ഞങ്ങളുടെ ലാസ്റ്റ് ഡിന്നർ. ഇത് പൊട്ടാറ്റോ ഫ്രൈ, ഇത് പ്ലോവ്, ഇത് കുതിരയിറച്ചി, ഇത് ഷഷ്ലൈക്ക്. എല്ലാം പഠിച്ചു. ശോകമോക മനസ്സിലേ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്, സങ്കടത്തിൽ. ഇല്ല, പാക്കപ്പ്. എടാ ഫുഡ് നല്ല വലിയ എയർപോർട്ടാണല്ലോ. തിരക്കാണ് എയർപോർട്ടില്. അൽമാട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ സിറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് കസക്കിസ്ഥാൻ വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും നല്ല ടൈം ഞങ്ങളവിടെ പോയത് നല്ല വിൻ്റർ സീസൺ എന്ന് വെച്ചാൽ ഭയങ്കര സ്നോഫോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് കുറേ അധികം മെമ്മറീസ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. നല്ല ടീമിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. നൊമാഡ് നെസ്റ്റ് എല്ലാവരും അവിടെ അടിപൊളിയായിരുന്നു. പലതരം ഫുഡ്, പലതരം ആൾക്കാർ, പല പല സ്ഥലങ്ങൾ എല്ലാം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരണമെന്ന് തോന്നിയ ഒരു സ്ഥലമാണ് അൽമാട്ടി. വീണ്ടും തിരിച്ചു വരാനുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ സൈനിങ് അപ്പ് ഫ്രം അൽമാട്ടി, കസക്കിസ്ഥാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ്. ഞങ്ങളുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരുന്നു കസക്കിസ്ഥാനിലേക്ക് വരാം എന്ന് തോന്നിയത്. ഞങ്ങൾ കുറേ ആലോചിച്ചിട്ടാണ് ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്തത്. അൽമാട്ടിയിലെ എല്ലാ മെമ്മറീസിനും താങ്ക് യു അൽമാട്ടി, ആൻഡ് താങ്ക് യു കസക്കിസ്ഥാൻ, താങ്ക് യു നൊമാഡ് നെസ്റ്റ് ടീം. വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.